അസ്സലാമലൈക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. മാഷാ അല്ലാ അൽഹംദുലില്ലാ. അങ്ങനെ 29 നോമ്പ് കഴിഞ്ഞ് നമ്മുടെ ചെറിയ പെരുന്നാൾ കടന്നിരിക്കണം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈദ് മുബാറക്ക്. അപ്പം റമളാനല്ല നമ്മളോട് ഇവിടെ പറഞ്ഞു പോയത്, നമ്മളാണ് റമളാനോട് ശരിക്കും ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കാരണം റമളാൻ ഇനിയും വരും, പക്ഷേ അടുത്ത റമളാനിൽ നമ്മളിൽ ആരൊക്കെ ഉണ്ടാവും ഒന്നും നമുക്കറിയില്ല. എല്ലാവർക്കും ഇതുപോലെ അടുത്ത റമളാനും ഇനിയുള്ള റമളാനുകളൊക്കെ ഒന്നിച്ചു കൂടാനുള്ള ഭാഗ്യം തൗഫീക്കും പടച്ചോൻ തരട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ ഒരു പെരുന്നാൾ വ്ളോഗ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ മാത്രം പുതിയ ഡ്രസ്സും കാര്യങ്ങളും ധരിച്ചാൽ പോരല്ല, നമ്മൾ വീട്ടിലുള്ള എല്ലാ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ പഴയ ബെഡ്ഷീറ്റും അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയ നിസ്കാര കുപ്പായം ഇതൊക്കെ പുറത്തേക്ക് എടുത്തിട്ടോ. അപ്പോൾ ചെറിയ കട്ടിൽമൊക്കെ ഈ ബെഡ്ഷീറ്റ് കുറച്ച് ഓവറായപ്പോൾ ഞാനത് വലിയ കട്ടിൽമ കൊണ്ടുപോയിട്ടിട്ട് ചെറുതുമ്പോൾ വേറെ ഒന്ന് വിരിച്ചേ. പിന്നെ പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബുക്ക് ചെയ്ത സമയത്ത് മക്കളത് മേശപ്പുറത്തുണ്ടാവും. അപ്പോൾ അതൊക്കെ സെറ്റാക്കി ഉള്ളിലേക്ക് തന്നെ വെച്ച് അപ്പോഴത്തേനും മക്കൾ പള്ളിയൊക്കെ തിരിഞ്ഞ് വന്നിരുന്നു. അപ്പോൾ പിന്നെ ബാക്കിയുള്ള തുണികൾ കുറച്ച് ഉണങ്ങിയതൊക്കെ ഉണ്ട്, അത് അവർ കൂടി മടക്കി വെക്കാൻ കൂടി തന്നെ. പിന്നെ രാത്രിയായപ്പോൾ ഉമ്മയും മൂത്തച്ചിയും വന്നിട്ടോ. കാരണം ഇപ്രാവശ്യത്തെ പെരുന്നാൾ നമ്മൾ പുതിയ വീട് വാങ്ങിയതിന് ആദ്യം ഉള്ള പെരുന്നാളാണല്ലോ. അപ്പോൾ നമുക്ക് ഈ പെരുന്നാൾ ഇവിടെ കൂടാമെന്ന് കരുതിയിട്ട് നമ്മൾ ഇങ്ങോട്ടാട്ടോ അവരോട് വരാൻ പറഞ്ഞത്. അപ്പോൾ അവരെല്ലാവരും വന്നിരുന്നു രാത്രിയായപ്പോൾ. പിന്നെ വിത്തറിൻ്റെ അരിയൊക്കെ അതൊക്കെ നമ്മൾ ചുറ്റുവട്ടത്തുള്ള വീടുകളിലൊക്കെ കൊണ്ടുപോയി കൊടുത്ത് രാത്രി കിടക്കാൻ നേരപ്പം ഒരുപാട് സമയമാണ്. ബീഫ് ഇട്ടാനൊക്കെ കുറേ നേരം വൈകിട്ടോ, 2:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ കിടന്നുറങ്ങിയപ്പം. അങ്ങനെ രാവിലെ എണീറ്റതിന് ശേഷം പിന്നെ ബീഫൊക്കെ അരിയണം. പിന്നെ ഒരുപാട് ഫ്രീസായിട്ടൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കാനൊക്കെ സുഖമായിരുന്നു കേട്ടോ. അപ്പം ബിരിയാണി വെക്കാൻ വേണ്ടി ബീഫ് ബിരിയാണി ചിക്കൻ പൊരിച്ചതാട്ടോ പ്ലാന്. ഒരു പായസം വെക്കണം. അപ്പോൾ ബീഫ് കുക്കറിലേക്ക് ഇട്ടു. എന്നാൽ പിന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുമല്ലോ. ഇനിയിപ്പോൾ അത് വേവുള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ കുക്കറിലിട്ട് പിന്നെ ധൈര്യമായിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് കരുതിയേ. അങ്ങനെ കുക്കറിൽ ബീഫ് വെച്ച് പിന്നെ ബിരിയാണിക്കുള്ള ഉള്ളിയും തക്കാളിയും ഇതൊക്കെ നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരുന്നു. രാത്രിയിൽ വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കല്ലേ. അപ്പോൾ നമ്മൾ കുടിരിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ വീട്ടിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മക്കൾക്കായാലും സംസാരിക്കാണ്ട് നമുക്കായാലും സംസാരിക്കാണ്ട് അങ്ങനെ ഒരുപാട് ലേറ്റ് ആയിട്ടോ ഇന്നലെ കിടന്നുറങ്ങിയത്. അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ എണീക്കാനും കുറച്ച് ലേറ്റായി. കാരണം അലാറം വെച്ചതൊക്കെ മൈൻഡൊക്കെയാണ്ട് വീണ്ടും ഓർത്ത് തന്നെ കിടന്നിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പോഴും നല്ല ഉറക്ക ക്ഷീണത്തിൽ തന്നെയായിട്ട് ഇതൊക്കെ ചെയ്യണത്. അപ്പോഴൊന്നും ഉഷാറായിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് പെരുന്നാളല്ലേ, എന്തായാലും നിവർത്തിയില്ലല്ലോ എന്നല്ല, നമ്മൾ സന്തോഷമല്ലേ. നമ്മൾ ഇത്രയും ദിവസം നോമ്പൊക്കെ നോറ്റിട്ട് നമ്മൾ മക്കൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ നമുക്കൊരു സന്തോഷമാണ്, അവർക്കതൊരു സന്തോഷമാണ്. അങ്ങനെ അവർ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ അയലക്കത്ത് വീട്ടിൽ ഒരു കാറുണ്ട്. അപ്പോൾ ഒരു പറഞ്ഞു എല്ലാവരും കൂടെ 2 ട്രിപ്പ് അടിക്കണ്ടെന്ന്, കുറച്ച് ആൾക്കാർ ഇതിൽ പോരിയെന്ന് പറഞ്ഞിട്ട് മറ്റു മക്കളെ അതിൽ പോയി, 2 സ്കൂട്ടിമ്മലും പോയിട്ടോ. ഇന്നലത്തെ നോമ്പ് തുറക്കാനുള്ള ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടായിരുന്നു. പെരുന്നാളന്ന് കേട്ടപ്പോൾ പിന്നെ ആർക്കും ഒന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ ചായക്കടി അതൊന്നും ചൂടാക്കിയിട്ട് അത് കഴിച്ചിട്ട് അവർ പള്ളിയിലൊക്കെ പോയത് കേട്ടോ. പിന്നെ അവർ പള്ളിയൊക്കെ തിരിഞ്ഞ് വന്നപ്പോഴത്തേന് നമ്മൾ ചോറും കറിയും ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അങ്ങനെ എല്ലാവർക്കും പാടെ ഒന്നിച്ചിരിക്കാൻ വേണ്ടിയിട്ട് മേശപ്പുറത്തെല്ലാം കൊണ്ടുവച്ചാൽ പിന്നെ ഒരാൾക്ക് ഇങ്ങനെ എണീറ്റ് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഓരോന്നൊക്കെ എല്ലാതും മേശപ്പുറത്ത് വെച്ചിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് പെരുന്നാളിൻ്റെ ഫുഡും കഴിച്ചിട്ടാണ്. അപ്പം മാഷാ അല്ലാ അൽഹംദുലില്ലാ നമ്മൾ കഴിഞ്ഞ പെരുന്നാളിനൊക്കെ നമ്മൾ ചെറിയ വീട്ടിലായിരുന്നു. അപ്പോൾ പെരുന്നാളിന് കൂടാനും ആൾക്കാർ വിളിക്കാനും എന്നുള്ളൊരു അവസ്ഥയിലല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പെരുന്നാൾ എന്തായാലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എല്ലാവരും ഒന്നിച്ച് കൂടണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ആയി ചെയ്തിട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഇതൊക്കെ എടുത്ത് അതിന് ശേഷമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പായസം കുടിച്ചത്. പിന്നെ മക്കൾ ഇതെന്തൊക്കെ കാടുകളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അയലക്കത്തുള്ള എല്ലാ വിഭാഗം ആൾക്കാരും നമ്മൾ തൊട്ട് അയലക്കത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇപ്പയും ആങ്ങളുടെ 2 കുട്ടികളും വന്നു കേട്ടോ. അവർ വന്നപ്പോൾ നല്ല കൊട്ട വെയിലത്ത് വന്നതുകൊണ്ട് ഇപ്പം ആകെ വലുന്ന പാടെ തന്നെ ഇപ്പോൾ ഷർട്ടൊക്കെ വലിച്ചൂരിയിട്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വെയിലാണ്, ചൂടാണ് നിൽക്കാണ്ട്. പിന്നെ കുറച്ച് നേരം അവരിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ഇപ്പാക്ക് ഇങ്ങനത്തെ ബിരിയാണിയും കാര്യങ്ങളൊന്നും ഇപ്പാക്ക് ഇഷ്ടമല്ല. ഒരു വട്ടം കഴിച്ചാൽ തന്നെ കഴിച്ചു, അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം കഞ്ഞിയാട്ടോ ഏറ്റവും ഇഷ്ടം. അങ്ങനെ പിന്നെ പായസം മാത്രമേ ഇപ്പോൾ കുടിച്ചുള്ളൂ. പിന്നെ ഒരു ചോറൊക്കെ വെച്ചിട്ടോ. പിന്നെ അവരൊക്കെ എല്ലാവരും പോയി, ഉമ്മ പോയി, മുത്തച്ഛി പോയി, മൂത്തച്ഛൻ്റെ ഏട്ടത്തിയും മക്കളും എല്ലാവരും വന്നിരുന്നു. അപ്പോൾ അവരൊപ്പം ഓളും പോയേ. അങ്ങനെ പിന്നെ നമുക്ക് എല്ലാവരും പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് നമ്മൾ കുറച്ച് പാത്രങ്ങൾ, കുറച്ച് പണികൾ, കാര്യങ്ങൾ ഇതൊക്കെയാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അപ്പം വെയിലാണ് എന്നാൽ നല്ല പൊള്ളണ് വരില്ലായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ പണികളൊക്കെ ഇട്ട് വെച്ച് കിടന്നിട്ട് ഒരു കാര്യമില്ല, ഉറക്കം വരില്ല. എനിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്, കണ്ണൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു, ഒന്ന് കിടക്കണം നിർബന്ധമായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും നോക്കിയില്ല, എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി. കുറച്ച് തുണികളൊക്കെ വെള്ളത്തിലിട്ടിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ടോ. ആദ്യം കുറച്ച് അപ്പം നനഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ കഴുകിയിടാമെന്ന് കരുതി. പിന്നെ തോന്നി വേണ്ട, ഇത് കൂടിയാണ് കഴിച്ചാലേ ഇനി കടന്നുറങ്ങാനൊരു സുഖം ഉണ്ടാവുള്ളൂ ഇതിട്ട്. പിന്നെ അടുക്കള ക്ലീനിങ്ങും അടിച്ചു വാരലും തുടക്കലും
ഇങ്ങനത്തെ പണികൾക്കൊക്കെ വേണ്ടിയിട്ട് അകത്ത് കയറിയതിന് ശേഷം കേട്ടോ പിന്നീട് ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നെ കുളിയും കഴിഞ്ഞ് വീണ്ടും നല്ല സുന്ദരമായിട്ടൊന്ന് ഉറങ്ങാം. കാരണം നമുക്ക് പ്രത്യേകിച്ച് കൊടുക്കും പോകാനും വരാനൊന്നുമില്ല. കാരണം നാട്ടിൽ ഭർത്താക്കന്മാരില്ലാത്ത എല്ലാ പ്രവാസികളായിട്ടുള്ള ഭാര്യമാരുടെ അവസ്ഥ അതൊക്കെ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് നമ്മളെ എന്താ പറയുക നമ്മൾ മാത്രമാവണം, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വലിയ മക്കളാവണം നമ്മളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും അങ്ങനെയൊക്കെ. ഇതിപ്പോൾ അതൊന്നും ഇല്ലല്ലോ, ഒക്കെ ചെറിയ കുട്ടികളാണ്. പിന്നെ അന്നത്തെ ദിവസമാണെങ്കിൽ ബസ്സും ഉണ്ടാവില്ല, പിന്നെ വണ്ടി വിളിച്ച് പോകാനും എന്നുള്ള സാഹചര്യമൊന്നും നമുക്ക് നമ്മളെ പോലത്തെ ഇല്ലല്ലോ. അപ്പം എല്ലാം കൊണ്ടും നമുക്ക് അനുകൂലമല്ല നമ്മളെ കാലാവസ്ഥ എന്ന് പറയില്ലേ. ഏതായാലും പിന്നെ ബെഡ്ഷീറ്റും നിസ്കാര കുപ്പായം ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് തുടക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കുളിയും കഴിഞ്ഞിട്ട് നല്ല ഉറക്ക് പാസ്സാക്കാമെന്ന് കരുതിയിട്ട് പണിയൊക്കെ പെട്ടെന്നാണ് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഏറ്റവും നല്ലത് ഉറങ്ങി തീർക്കലാണ്. എല്ലാ പെരുന്നാൾക്കും ഒരുപാട് വർഷമായിട്ട് ഇപ്പം പെരുന്നാളെന്ന് പറഞ്ഞാൽ ഉറങ്ങി തീർക്കലായി മാറിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കൊടുക്കുകയും അങ്ങനെ ബസ്സിലൊന്ന് കുത്തിപ്പിടിച്ച് യാത്ര ചെയ്യാനുള്ള സാഹചര്യം എനിക്കില്ല. ഇങ്ങനെ മൈഗ്രെയിൻ്റെ വേദന ഉണ്ടായതുകൊണ്ട് അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം അത് ബസ്സിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ 2 ദിവസം വെറുതെ പോകും കേട്ടോ. പിന്നെ ആ ദിവസം കഴിയുമ്പോഴത്തേന് നമ്മൾ തിരിച്ച് വിരുന്ന് പോയി ഇങ്ങോട്ട് വരാനാവും. അപ്പോൾ ആ ഒരു മൂഡിലേ ഉണ്ടാവില്ല. ഇവിടേക്ക് യാത്ര ചെയ്യണത് തന്നെ ഇഷ്ടമല്ലേ. പിന്നെ ഇപ്പോൾ നമ്മളെ കൃഷികൾക്കൊക്കെ ഒന്ന് വെള്ളം നനച്ചു കൊടുത്തു. പിന്നെ ഒഴിവ് സമയത്ത് മക്കൾക്ക് പണി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ രാത്രി ആയപ്പോൾ ഞാനൊന്ന് ഉറങ്ങിയിരുന്നു. അപ്പോൾ ആ സമയത്ത് അനിയത്തിയും ഭർത്താവും വന്നു. അവരോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ചെറിയ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ബായ്.